എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിൻഷാദ്. ലേൺവൈസ് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി എന്നുള്ള പേപ്പറിന്റെ ബ്ലോക്ക് 1 ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി എന്നുള്ള ഈ ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാൻ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2. പാർട്ട് 1 വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പാർട്ട് 1 ഈ യൂണിറ്റിന്റെ ഒരു 50%ഉം ആദ്യത്തെ 50% കാര്യങ്ങളാണ് പാർട്ട് 1 ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് പാർട്ട് 1 നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് ഇന്ന് ചെക്ക് ചെയ്യാം. അതിനു മുമ്പേ നമുക്ക് ഈ ഒരു യൂണിറ്റ് കൊണ്ട് എന്തെല്ലാം ഔട്ട്കം എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് ഈ ഒരു യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ, നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ, ഇതിനെയാണ് ഔട്ട്കം എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ഈ ഒരു യൂണിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് ഡിഫറെന്റ് മീഡിയ സോഴ്സുകൾ നമുക്ക് തരുന്ന ഇൻഫർമേഷൻസ്, അവരുടെ റോളുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ യൂണിറ്റിൽ വരുന്ന ഒരു കാര്യം. അതുപോലെ തന്നെയാണ് ഇൻഫർമേഷൻ ലിറ്ററസിയും അതുപോലെ തന്നെ മീഡിയ ലിറ്ററസിയും എങ്ങനെയാണ് ജോയിൻ ആയി കിടക്കുന്നത്, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കിടക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഏകദേശം ചില കാര്യങ്ങളിലൊക്കെ ഇൻഫർമേഷൻ ലിറ്ററസി മീഡിയ ലിറ്ററസി ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ എന്നാലും ചില ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസിയുടെ ടൈപ്സ്, ഏതെല്ലാം ടൈപ്സുകൾ വരുന്നുണ്ട് എന്നുള്ളതും, മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എങ്ങനെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഔട്ട്കംസ്. ഈ യൂണിറ്റിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് പ്രോപ്പറായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ ലിറ്ററസി അല്ലെങ്കിൽ മീഡിയ ലിറ്ററസി ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇന്റർനെറ്റ് വഴിയും പല മീഡിയ സോഴ്സുകൾ വഴിയൊക്കെ ഒരുപാട് കണ്ടന്റുകളും ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ ഇൻഫർമേഷനെ നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ യൂണിറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഈ യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ ക്വസ്റ്റ്യൻ ചെയ്യാനും അതിനെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാനും അതിന്റെ പർപ്പസ് മനസ്സിലാക്കാനും അതിൽ എത്രത്തോളം ന്യൂസുകൾ സത്യസന്ധമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓവറോൾ കാര്യങ്ങളാണ് ഈ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഈ ഒരു എൻറ്റയർ പേപ്പറിന്റെ എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ട് നമ്മൾ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തന്നതാണ്. സോ ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് എന്ന് കൂടി ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് ഈ യൂണിറ്റിലെ ആദ്യ പാഠഭാഗത്തേക്ക് പോകാം. റോൾ ഓഫ് മീഡിയ ആൻഡ് അതർ കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. എന്തൊക്കെയാണ് മീഡിയയുടെ റോളുകളും കണ്ടന്റ് പ്രൊവൈഡേഴ്സിന്റെ റോളും? കണ്ടന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മീഡിയകൾ മാത്രമല്ല, ആണോ? അല്ല. ഒരുപാട് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട് അല്ലെ. ഉദാഹരണം പറയുകയാണെങ്കിൽ അതില് ലൈബ്രറികൾ, ഏറ്റവും കൂടുതൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ആളുകൾ യൂസ് ചെയ്തിരുന്ന ഒരു സോഴ്സ് ആണ്, ഇൻഫർമേഷൻ സോഴ്സ് ആണ് ലൈബ്രറികൾ അല്ലെ. ഇന്നും വളരെ സജീവമായിട്ട് പലരും ഉപയോഗിക്കുന്ന, എഴുത്തിനോടും വായനയോടും ഒക്കെ ഇഷ്ടമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആണ് ലൈബ്രറികളൊക്കെ. അതുപോലെ തന്നെയാണ് മ്യൂസിയം, സോഷ്യൽ മീഡിയ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ സോഴ്സുകൾ ഉണ്ട്. നമുക്ക് ഇൻഫർമേഷൻ സോഴ്സ് മീൻസ് നമുക്ക് ഇൻഫർമേഷൻസ് എത്തിച്ചു തരുന്ന ആളുകൾ എന്ന് നമുക്കതിനെ പറയാം, അല്ലെങ്കിൽ കമ്പനികൾ, ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്നൊക്കെ പറയാം. ഓക്കെ, ഇന്ന് നമുക്ക് ഇൻഫർമേഷൻ എല്ലായിടത്തും ലഭ്യമാണ്. ടിവിയിലൂടെയും റേഡിയോയിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയും പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ വഴിയും നേരത്തെ പറഞ്ഞ ലൈബ്രറികൾ വഴിയൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ലഭ്യമാണ് അല്ലെ. പക്ഷേ ഈ ഇൻഫർമേഷൻ തരുന്ന ഈ സോഴ്സുകളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതാണ് മീഡിയ കണ്ടന്റും നോൺ മീഡിയ കണ്ടന്റും. പലതരത്തിലുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും നമുക്ക് തരുന്ന ഇൻഫർമേഷനെ രണ്ടായി തിരച്ചിട്ടുണ്ട്. അതിപ്പം ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ കണ്ടന്റിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊന്നാണ് മീഡിയ കണ്ടന്റ്, മറ്റൊന്ന് നോൺ മീഡിയ കണ്ടന്റ്. എന്താണ് മീഡിയ കണ്ടന്റ്? ഒബ്വിയസ്ലി ഫാക്ട് ബേസ്ഡ് ജേർണലിസ്റ്റിക് വാല്യൂ ഉള്ളതാണ് മീഡിയ കണ്ടന്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ന്യൂസ് പേപ്പറിലൂടെയൊക്കെ വായിക്കുന്ന ന്യൂസുകളൊക്കെ മീഡിയ കണ്ടന്റുകളാണ്, ഫാക്ട് ഓറിയന്റഡ് ആണ്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മീഡിയ കണ്ടന്റ് എന്ന് പറയാം. പക്ഷെ നോൺ ന്യൂസ് ആയിട്ടുള്ള കണ്ടന്റുകളും ഉണ്ട്. നമ്മൾ ന്യൂസ് പേപ്പറിലാണെങ്കിൽ ന്യൂസ് മാത്രമല്ല, അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, മലയാള മനോരമയുടെ ക്ലാസിഫൈഡ്സ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. ആ പേജിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ് അല്ലെ, പലതരത്തിലുള്ള കണ്ടന്റുകൾ അവൈലബിൾ ആണ്.
മലയാള മനോരമയുടെ ക്ലാസിഫൈഡ്സ് എന്ന് പറയുന്ന പേജില് സ്ഥലം വിൽക്കാനുള്ളത് പറയുന്നുണ്ട്. ഒരാളുടെ പേഴ്സ് കളഞ്ഞു പോയാൽ, സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയാൽ അതിന്റെ കണ്ടന്റുകൾ അതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വിവാഹിതരായി വരനെ തേടുന്നു, വധുവിനെ തേടുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ബൾക്ക് നമ്പർ ഓഫ് ഇൻഫർമേഷൻസ്, നോൺ ന്യൂസ് ഇൻഫർമേഷൻസ് ആയിട്ട് നമുക്ക് പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും റേഡിയോകളിലൂടെയും മറ്റു മീഡിയ വഴികളിലൂടെയൊക്കെ അവൈലബിൾ ആണ്. സോ മീഡിയ കണ്ടന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സ്, മൂവീസ്, ഫാക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ന്യൂസുകള്, സീരിയലുകള്, എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള കാര്യങ്ങള്, കോമഡി ഷോകള്, ടെലിവിഷനിലൂടെ കാണുന്ന സഞ്ചാരം എന്ന് പറയുന്ന ട്രാവൽ വ്ളോഗുകള്. സഞ്ചാരം എന്ന് പറയുന്നത് നമുക്ക് ഒരു ചാനലാണ്. അതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ട്രാവൽ വ്ളോഗുകൾ നോൺ ന്യൂസ് കണ്ടന്റ് ആണ്. ന്യൂസ് അല്ലാത്ത കണ്ടന്റുകളുണ്ട്, ന്യൂസ് ആയിട്ടുള്ള കണ്ടന്റുകളും ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് മീഡിയ കണ്ടന്റ് ഉണ്ട്. മീഡിയ കണ്ടന്റിൽ തന്നെ ന്യൂസ് കണ്ടന്റുകളും ഉണ്ട്, നോൺ ന്യൂസ് കണ്ടന്റുകളും ഉണ്ട്. അപ്പൊ കണ്ടന്റ് രണ്ടായി തരംതിരിച്ചതിൽ ഒന്നാണ് മീഡിയ കണ്ടന്റ്, മറ്റൊന്നാണ് നോൺ മീഡിയ കണ്ടന്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ലൈബ്രറികളൊക്കെ ഇവിടെയാണ് വരുന്നത്. അതേപോലെ തന്നെ മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ ഒരു ഉദാഹരണം പറയും, നമ്മുടെ രാജ്യത്തിൽ ഇന്ത്യയിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ വളരെയധികം ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഇന്ദിരാഗാന്ധി മ്യൂസിയം ഡൽഹിയിൽ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി എന്തായിരുന്നു, അന്നത്തെ കാലത്തെ അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതൊരു ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ്, ഒരു മ്യൂസിയത്തിലേക്ക് ചെല്ലുന്ന ഒരാൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. അതേപോലെ തന്നെയാണ് ലൈബ്രറികളിലും ഒരുപാട് ബുക്കുകൾ വഴിയും ന്യൂസ് പേപ്പർ ആർക്കൈവ്സുകളൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ 1900-കളിൽ, 1910-ലും 1920-ലും ഒക്കെ ഉള്ള ന്യൂസ് പേപ്പറുകൾ ഇന്ന് പല ലൈബ്രറികളിലും അവൈലബിൾ ആണ്. 1800-കളിലെ ഒക്കെയുള്ള ന്യൂസ് പേപ്പറിന്റെ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്ത മുതൽക്കുള്ള ന്യൂസ് പേപ്പറുകളൊക്കെ ഇന്ന് പല ലൈബ്രറികളിലും അവൈലബിൾ ആണ്. സോ ഇത്തരത്തിലുള്ള നോൺ മീഡിയ കണ്ടന്റുകൾ, അതായത് നമ്മളെ മുഖ്യധാര മാധ്യമങ്ങളല്ലാത്ത ഇത്തരത്തിലുള്ള പല കണ്ടന്റ് പ്രൊവൈഡേഴ്സും ഉണ്ട്. അപ്പൊ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് മീഡിയ കണ്ടന്റ് പ്രൊവൈഡേഴ്സും ഉണ്ട്, നോൺ മീഡിയ കണ്ടന്റ് പ്രൊവൈഡേഴ്സും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഫസ്റ്റ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. മറ്റൊന്ന്, ഇവരുടെയൊക്കെ റോളുകൾ എന്തൊക്കെയാണെന്നുള്ളത്. കോമൺ ആയിട്ടുള്ള റോളുകളാണ് ഉള്ളത്. മീഡിയ കണ്ടന്റുകളാണെങ്കിലും നോൺ മീഡിയ കണ്ടന്റുകളാണ് എന്നുണ്ടെങ്കിലും ഇവരൊക്കെ ചെയ്യുന്നത് ഏകദേശം ഒരുപോലെയുള്ള കാര്യങ്ങളാണ്. അതായത് വേൾഡ് തലത്തില്, നാഷണൽ തലത്തിലൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ ചെയ്യുന്ന ഒരു റോൾ. അപ്പൊ ഈ ഒരു ഭാഗം പ്രത്യേകം ഓർത്തിരിക്കുക. ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ ഡ്യൂട്ടികൾ, അവരുടെ റോളുകൾ എന്തൊക്കെയാന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ്. അതേപോലെ തന്നെയാണ് ഗ്ലോബലി നാഷണലി ഇൻഫർമേഷൻ എത്തിക്കുന്നത് പോലെ തന്നെ അവര് നമ്മളെ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് നമുക്ക് തരും. അതായത് നമുക്കൊരു ഡിസിഷൻ ആസ് എ സിറ്റിസൺ, നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ല പറയുന്നത്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരു നിലപാട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മീഡിയകളാണ്, അല്ലെ, അല്ലെങ്കിൽ കണ്ടന്റുകളാണ്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളെ അന്തിച്ചർച്ച എന്ന് പറയുന്ന ചാനൽ ചർച്ചകൾ ഉണ്ടല്ലോ, ആ ചാനൽ ചർച്ചയിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ വന്നിരിക്കുന്നുണ്ടാവും. പക്ഷെ അവരൊക്കെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകും, എങ്ങനെയാണ് ഇവർക്ക് ഇത്രത്തോളം അറിവ് കിട്ടിയത്? ഇതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, നമ്മളിപ്പോ ഈ പഠിക്കുന്ന മീഡിയ കണ്ടന്റുകളും നോൺ മീഡിയ കണ്ടന്റുകളാണ് ഇവർക്കുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അവരൊക്കെ സ്ഥിരം ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്, എന്തൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്, ഇതിന്റെയൊക്കെ ആക്ടുകൾ എന്തൊക്കെയാണ്, ഇതിന്റെയൊക്കെ ലീഗൽ വശങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ദിനം പ്രതി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻഫർമേഷൻസ് അക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ നമ്മുടെ മീഡിയ കണ്ടന്റ് പ്രൊവൈഡേഴ്സിന്റെ മറ്റൊരു റോളാണ് ഇവിടെ ഞാൻ ഊന്നി പറയുന്ന നമ്മുടെ ഡെമോക്രസിയെയും നമ്മളെ ഇൻഫോം ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നതിനും നമ്മളെ വളരെ ആക്റ്റീവ് ആക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് പ്രൊവൈഡേഴ്സിന്റെ ഒരു റോളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മറ്റൊന്ന്, നമ്മളെയും ഗവൺമെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ പല പദ്ധതികളെയും നല്ല രീതിയിലും നമുക്ക് എത്തിക്കുന്നുണ്ട്. വികസന പദ്ധതികളൊക്കെ നമ്മൾ അറിയുന്നത് ഇപ്പോ കൊച്ചി മെട്രോ എറണാകുളത്ത് വന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നത് കൊച്ചിയിൽ പോകുന്നതിന് മുമ്പേ മീഡിയകൾ വഴി നമ്മൾ അറിയാണ്, അല്ലെ? സോ അത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ പദ്ധതികളെയൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നതും ഗവൺമെന്റിന്റെ അഴിമതി കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നതും ഒക്കെ മീഡിയകളാണ്. സോ ഗവൺമെന്റ് ആക്ടിവിറ്റീസിനെയും സിറ്റിസനെയും തമ്മിൽ
ബന്ധിപ്പിക്കുക, കണക്ട് ചെയ്യുക എന്നുള്ളതും അവരുടെ ഒരു റോൾ ആൻഡ് ഡ്യൂട്ടി ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ കൾച്ചറൽ വാല്യൂസ്, ഹ്യൂമൻ റൈറ്റ്സുകൾ എന്തൊക്കെയാണ്, സോഷ്യലി നമ്മൾ അവെയർ ആയിരിക്കേണ്ട സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് എത്തിക്കുക എന്നുള്ളതും അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. പിന്നെ ട്രാൻസ്പെറൻസി ഉണ്ടാക്കിയെടുക്കുക. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തം എല്ലാ കാര്യങ്ങളിലും. ഇപ്പൊ ഒരു ഉദാഹരണത്തിലൂടെ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റികളൊക്കെ നല്ല രീതിയിൽ ഉത്തരവാദിത്തത്തോടു കൂടി പണിയെടുക്കുന്നത് നമ്മുടെയൊക്കെ മീഡിയകളും പലതരത്തിലുള്ള കണ്ടന്റ് പ്രൊവൈഡേഴ്സും ഇന്ന് നാട്ടിൽ വളരെ സജീവമായതുകൊണ്ടാണ് അല്ലെ. ഇത്തരത്തിലുള്ള കണ്ടന്റ് പ്രൊവൈഡേഴ്സും മീഡിയകളും നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സും ബ്ലോഗേഴ്സും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവരുടെ ഡ്യൂട്ടി അത്ര റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നില്ല. അപ്പൊ കറക്ഷൻ, എക്സ്പോസിങ് ദ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഴിമതി അല്ലെ. അഴിമതി കുറക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മുടെ മീഡിയകൾ ചെയ്യുന്നുണ്ട്. മീഡിയകൾ ഇന്ന് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു വിധത്തിലൊക്കെ അഴിമതികളൊക്കെ കുറഞ്ഞു വരുന്നതും. കാരണം അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ സൊസൈറ്റിയുടെ മുമ്പില് പിന്നെ കുറ്റക്കാരാക്കുന്നതും നമ്മുടെ മീഡിയ തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു പേടി എല്ലാ അതോറിറ്റീസിനും ഉണ്ടാവും. സോ നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്പെറൻസിയോടുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ വേൾഡിൽ ഉണ്ടാക്കിയെടുക്കുന്നതും ഇത്തരത്തിലുള്ള കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ആണ്. ഇതൊക്കെ അവരുടെ ഡ്യൂട്ടീസ് പറയുകയാണെങ്കിൽ ഇവിടെ വളരെ സിമ്പിൾ ആണ്. ഗ്ലോബൽ ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് എത്തിക്കുന്നു, നമ്മളെ ഡെമോക്രസിയുടെ ഭാഗമാക്കുന്നു, ഡിസിഷൻ മേക്ക് ചെയ്യിപ്പിക്കുന്നു, ഗവൺമെന്റിനെയും സിറ്റിസനെയും ഒരുമിപ്പിക്കുന്നു, ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ കൾച്ചറൽ വാല്യൂസ്, ഹ്യൂമൻ റൈറ്റ്സ്, സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് എന്നിവയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ട്രാൻസ്പെറൻസി എല്ലാ കാര്യങ്ങളിലും കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഭാഗം നോക്കാം. നമ്മുടെ യൂണിറ്റ് 1 പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു മില്ലിന്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെ, അല്ലെങ്കിൽ മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി എവിടുന്ന് വന്നു, ഈ ഒരു വേർഡ് എങ്ങനെ ഉണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള യൂണിറ്റ് 1 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചു പോകുന്നത്. സോ എന്താണ് മില്ല് എന്നുള്ളത് ഒന്ന് നോക്കാം. മില്ല് ഈസ് ദ സ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ജഡ്ജ് ഓൾ ടൈപ്പ് ഓഫ് കണ്ടന്റ് അല്ലെ. അതായത് മില്ല് എന്ന് പറയുന്നത് മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മില്ല് എന്നുള്ള വേർഡ് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിന്റെ എൻഡർ നിങ്ങൾ ഓർത്തിരിക്കണം. എക്സാമിനും MIL എന്ന് പറയുന്ന ഷോർട്ട് ഫോം ഉപയോഗിക്കും. മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. സോ കണ്ടന്റുകളെ ജഡ്ജ് ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള ഒരു സ്കില്ല് നമുക്കൊക്കെ ഉണ്ടാവണം. ഏതാണ് നല്ല കണ്ടന്റ്, ഏതാണ് മോശമായ കണ്ടന്റ്, ഓരോ കണ്ടന്റും നമ്മളിലേക്ക് എത്തുമ്പോൾ അത് എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് എത്തുന്നത്. പല കണ്ടന്റുകളും നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ്, പല അഡ്വർടൈസ്മെന്റ്സും ഒരു ഇൻഫർമേഷൻ ആണ് അല്ലെ. ആ ഇൻഫർമേഷൻ അഡ്വർടൈസ്മെന്റ് നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കൂല, നമ്മൾ അത് കണ്ടിട്ട് എന്ത് ചെയ്യും, പോയി കണ്ട് ആ ഒരു പ്രൊഡക്റ്റ് എന്താണോ അത് പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ ദോഷഗുണങ്ങളൊക്കെ മനസ്സിലാകും. സോ ഏത് കണ്ടന്റ് ആണ് ശരിയായ കണ്ടന്റ് എന്നുള്ളത് നമ്മൾ വളരെയധികം ബുദ്ധിപൂർവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ, നമ്മളിലേക്ക് ഇൻഫർമേഷൻ എത്തുന്ന സമയത്ത്. സോ അതിനുള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ഡിജിറ്റൽ മീഡിയകൾ വഴിയും അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴി പലതരത്തിലുള്ള കണ്ടന്റ് പ്രൊവൈഡേഴ്സ് വഴിയൊക്കെ നമ്മളിലേക്ക് എത്തുന്ന ഇൻഫർമേഷൻസിനെ പ്രധാനമായിട്ടും ജഡ്ജ് ചെയ്യാനും അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു കഴിവിനെ, ഒരു സ്കില്ലിനെയാണ് എന്ത് പറയുന്നത്, മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഭാഗമാണ് കൺവേർജൻസ്. കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരല്. ഇവിടെ നമുക്ക് മില്ല് എന്ന് പറയുമ്പോൾ മീഡിയ ലിറ്ററസി ഉണ്ട്, ഇൻഫർമേഷൻ ലിറ്ററസി ഉണ്ട്. മീഡിയകളുടെ കൈകാര്യം ചെയ്യലിനെയും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഇൻഫർമേഷനെയും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഏതൊക്കെയാണ് നല്ല മീഡിയകൾ, എന്തൊക്കെയാണ് മീഡിയകളുടെ റോളുകൾ, ഏതൊക്കെ ടൈപ്പ് ഓഫ് മീഡിയകൾ ഉണ്ട്, ഇതൊക്കെയാണ് മീഡിയ ലിറ്ററസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇൻഫർമേഷൻ ലിറ്ററസി. ഇൻഫർമേഷൻസ് ഏതൊക്കെയാണ് നല്ലത്, ഒരു ഇൻഫർമേഷന്റെയും എയിം എന്താണ്, ഒരു ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം, അത് ജനങ്ങളിലേക്ക് എവിടെയൊക്കെ എത്തിക്കണം, ഇതൊക്കെയാണ് ഇൻഫർമേഷൻ ലിറ്ററസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ ഒരു കൂടിച്ചേരൽ എങ്ങനെയാണ് മീഡിയ ലിറ്ററസിയും ഇൻഫർമേഷൻ ലിറ്ററസിയൊക്കെ ഉണ്ടായത് എന്നുള്ളത് നോക്കാം. യുനെസ്കോ ആണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2007 യുനെസ്കോ ആണ്. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ മീഡിയ ലിറ്ററസി അതുപോലെ തന്നെ ഇൻഫർമേഷൻ ലിറ്ററസിയെയും കമ്പൈൻ ചെയ്തിട്ട് മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി എന്നുള്ള പുതിയ ഒരു അറിവ്, അല്ലെങ്കിൽ പുതിയൊരു എന്താ പറയാ നമ്മള് പുതിയൊരു പിന്നെ വേർഡ് തന്നെ ഇന്ന് ലോകത്തിന് മുമ്പിൽ അവർ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. ചെറിയ കാര്യമല്ല അല്ലെ.
വലിയ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ലോകത്തുള്ള ഏതൊരു സിറ്റീസിനെ എടുത്തു നോക്കിയാലും ആ ഒരു ഇൻഡിവിജ്വൽ സിറ്റീസിനെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി. ഇന്ന് ആ ലിറ്ററസി നമുക്കൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് ലഭ്യമാവുന്ന പല ഇൻഫർമേഷൻസിലും നമ്മൾ കുടുങ്ങിപ്പോയേനെ. പല മീഡിയകളിൽ വഴി നമ്മൾ പെട്ടുപോയേനെ. സോ അത്തരത്തിലുള്ള ഒരു ബോധം ഇന്ന് ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ബോധമില്ലാത്ത ഒരുപാട് ഏരിയകള് നമ്മുടെ കേരളത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലും ഉണ്ട് അല്ലെ. അപ്പം ഇതില് പ്രധാനമായും ഈ ട്രൈബൽ ഏരിയകള്, ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അല്ലെ. ഇന്ന് ATM ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുണ്ട്, ബാങ്കിങ് എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് എന്ന് അറിയാത്ത ആളുകളുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുണ്ട്, മൊബൈൽ ഫോൺ പോലും കാണാത്ത ട്രൈബൽ ഏരിയകളൊക്കെ ഇന്ന് ഇപ്പോഴും നമ്മുടെ പിന്നെ കേരളത്തിന്റെയൊക്കെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. സോ അങ്ങനത്തെ ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നോക്കുക. സോ നമ്മളാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും ലിറ്ററേറ്റ് അല്ല. മീഡിയയുടെയും ഇൻഫർമേഷന്റെ ഒക്കെ മുഴുവൻ കാര്യങ്ങളും എടുത്ത് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലിറ്ററേറ്റ് അല്ല എന്നുള്ളതാണ് ഒരു സത്യം. സോ എങ്ങനെയൊക്കെ നമുക്കിത് ലിറ്ററേറ്റ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നോക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു കൺവേർജൻസ്, ഒരു കൂടിച്ചേരൽ, മീഡിയ ലിറ്ററസി ഇൻഫർമേഷൻ ലിറ്ററസി ഗ്ലോബലി എങ്ങനെയാണ് കൂടിച്ചേർന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻഫർമേഷൻ ലിറ്ററസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് IL എന്നുള്ളത് ഇൻഫർമേഷൻ ലിറ്ററസി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ആസ് പെർ ദ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ പ്രൊഫഷൻസ്, UK ഒരു പ്രൊഫഷണൽ ബോഡിയാണ്. ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രൊഫഷണൽ ബോഡിയാണ് ഈ CILIP എന്ന് പറയുന്ന ഈ ഒരു ബോഡി. അവര് പറയുന്നത് ഇൻഫർമേഷൻ ലിറ്ററസി എന്ന് പറയുന്നത് ജനങ്ങളെ think critically and make balanced decision about the information. ഇൻഫർമേഷനെ കുറിച്ച് ജനങ്ങളെ ക്രിറ്റിക്കലി ചിന്തിക്കാനും അവർക്ക് അതിൽ നിന്നൊരു നല്ലൊരു ഡിസിഷൻ എടുക്കാനും ജനങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മീഡിയ ലിറ്ററസിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദ നാഷണൽ അസോസിയേഷൻ ഓഫ് മീഡിയ ലിറ്ററസി എന്ന് പറയും, USA ഒരു പ്രൊഫഷണൽ ബോഡിയാണ്. അവര് നിർവചിച്ച ഒരു ഡെഫിനേഷൻ ആണ് മീഡിയ ലിറ്ററസി എന്താന്നുള്ളത് ഇവിടെ പറയുന്നത്. ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കലാണ് മീഡിയകളെ കുറിച്ച്. പക്ഷെ മീഡിയകളെ ആക്സസ് ചെയ്യാനും ഓരോ മീഡിയകളെയും അനലൈസ് ചെയ്യാനും അതിലൂടെ മെസ്സേജുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്, നമുക്ക് മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത്. ഇത് ഏകദേശം രണ്ടും സെയിം ആണ്. പക്ഷെ ഒന്ന് മീഡിയ ഓറിയന്റഡ് ആണ്, മറ്റൊന്ന് പക്ക ഇൻഫർമേഷൻ ഓറിയന്റഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ്. ഓക്കെ, ഇൻ ഷോർട്ട് നമുക്ക് നോക്കാം. ഇൻഫർമേഷൻ ലിറ്ററസി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ജഡ്ജ്മെന്റ് ആണെങ്കിൽ മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത് മീഡിയകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും മീഡിയ വഴി ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതുമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ മീഡിയ ലിറ്ററസിയുടെയും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ലിറ്ററസിയുടെയും കൺവേർജൻസിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഒരു ടൈപ്പുകൾ, ഏതൊക്കെ കാര്യങ്ങളിൽ ഇവ കൂടിച്ചേർന്ന് കിടക്കുന്നുണ്ട്, ഇതാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പ്രധാനമായിട്ടും നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം കണ്ടന്റ് ഫോർമാറ്റുകൾ ഉണ്ട് അല്ലെ. പല തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ട്. മീഡിയ ലിറ്ററസിയുടെ കീഴിലാണെങ്കിലും ഇൻഫർമേഷൻ ലിറ്ററസിയുടെ കീഴിലാണെങ്കിലും ഈ ഒരു ഭാഗം പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മീഡിയ ലിറ്ററസി എന്താണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ലിറ്ററസി എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവും എന്നുള്ളത് ഉറപ്പാണ്. അതിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇത്. അപ്പോ ഏതൊക്കെയാണ് മീഡിയ ലിറ്ററസിയുടെയും ഇൻഫർമേഷൻ ലിറ്ററസിയുടെയും കണ്ടന്റുകൾ അല്ലെങ്കിൽ കണ്ടന്റ് ടൈപ്സ്, അതാണ് ഇവിടെ കണ്ടന്റ് ആൻഡ് ഫോർമാറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇൻഫർമേഷൻ ലിറ്ററസിയിൽ വരുന്ന ഏതൊക്കെ കണ്ടന്റുകൾ ഉണ്ട്? ബുക്കുകളിലുള്ള കണ്ടന്റുകൾ ഉണ്ട്, ജേണലുകളിലുള്ള കണ്ടന്റുകൾ ഉണ്ട്, നോവലുകൾ വഴി വരുന്ന കണ്ടന്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ റിസർച്ചിൽ വരുന്ന കണ്ടന്റുകൾ ഉണ്ട്. റിസർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് പല ടൈപ്പ് ഓഫ് റിസർച്ചുകൾ ഉണ്ട് അല്ലെ. ഇന്ന് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരുപാട് ആളുകൾ റിസർച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. പല വിഷയങ്ങളിലും റിസർച്ച് ചെയ്ത് പുതിയ പുതിയ ഐഡിയകൾ അവർ കണ്ടെത്തുന്നുണ്ട്, പല കാര്യങ്ങൾ അവർ ഇൻവെന്റ് ചെയ്യുന്നുണ്ട്, ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലെ. സോ ഇത്തരത്തിൽ വരുന്ന കണ്ടന്റുകളും നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം അല്ലെ. അപ്പം ഇവിടെ പല ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ ഉണ്ട് ഇൻഫർമേഷൻ ലിറ്ററസിയുടെ കാര്യത്തിൽ. പ്രധാനമായിട്ടും ബുക്കുകൾ വഴിയും ജേണലുകൾ വഴിയും റിസർച്ചുകൾ വഴിയും ന്യൂസ് പേപ്പറുകൾ വഴിയൊക്കെ ഉള്ള കണ്ടന്റുകളാണ് ഇവിടുത്തെ കണ്ടന്റ് ടൈപ്സ് ഈ ILന്റെ ഇൻഫർമേഷൻ ലിറ്ററസിയുടെ. ഇനി മീഡിയ ലിറ്ററസിയുടെ കണ്ടന്റുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ടൈപ്സ്, മീഡിയ ലിറ്ററസിയുടെ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.
കണ്ടന്റ് ടൈപ്സുകൾ വരുന്നത് ന്യൂസ് പേപ്പർ വഴിയും ടെലിവിഷൻ വഴിയും റേഡിയോ, വീഡിയോ, പോഡ്കാസ്റ്റ്, സോഷ്യൽ മീഡിയ. പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അറിയുന്ന ഞാൻ വിചാരിക്കുകയാണ് ഒരു പുതിയ വേർഡ് ആയിരിക്കണം ചിലപ്പോൾ, മേ ബി നിങ്ങൾക്ക് അറിയോ? പോഡ്കാസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓഡിയോ ഫയലുകളെയൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് അല്ലെ. ഇപ്പം നമ്മള് മുമ്പ് കൊറോണയുടെ ഒക്കെ ആ ഒരു സമയത്ത് ക്ലബ് ക്ലബ് FM അങ്ങനെ എന്തോ ഒരു പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ല. കുറെ ആളുകള് ഓഡിയോസ് പരസ്പരം ഷെയർ ചെയ്യാനും ഓഡിയോസ് വഴി പരസ്പരം മിങ്കിൾ ചെയ്യാനൊക്കെ ഒരുക്കിയിരുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പോഡ്കാസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഡിയോ കണ്ടന്റുകളെ ഇന്റർനെറ്റ് വഴി ഷെയർ ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുക, ഇതിനൊക്കെയാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസും നമ്മൾക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മ്യൂസിക്കുകളൊക്കെ സ്പോട്ടിഫൈ വഴി അത്തരത്തിലുള്ള മ്യൂസിക് വെബ്സൈറ്റുകൾ, പ്ലാറ്റ്ഫോമുകൾ വഴിയൊക്കെ എത്തിക്കുന്നത് പോഡ്കാസ്റ്റ് ആണ്. പോഡ്കാസ്റ്റ് ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, ഈ അപ്ലോഡിങ് ഉപയോഗിക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പോഡ്കാസ്റ്റ് എന്നുള്ളത്. സോ മീഡിയ ലിറ്ററസിയും ഇതുപോലെ പല ടൈപ്പ് ഓഫ് ഫോർമാറ്റുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമ്മളിലേക്ക് മീഡിയയുടെ കണ്ടന്റുകൾ ചിലപ്പോൾ എത്തുന്നത് ഒരു പോസ്റ്റർ വഴിയായിരിക്കും അല്ലെ, ചിലപ്പോൾ എത്തുന്നത് ഒരു വീഡിയോ അല്ലെങ്കിൽ റീല് അല്ലെങ്കിൽ ടെലിവിഷൻ പ്രോഗ്രാം ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ റേഡിയോയുടെ ഒരു ഡ്രാമ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ റേഡിയോയിലൂടെ വരുന്ന ഒരു ടോക്ക് ഷോ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സിനിമകൾ വഴിയൊക്കെ. ഇതൊക്കെയാണ് മീഡിയ കണ്ടന്റുകൾ എന്ന് പറയുന്നത്. ഇനി ഈ കണ്ടന്റിന്റെ വാലിഡേഷൻ എന്നുള്ള, അപ്പൊ ഇവിടെ കണ്ടന്റ് വാലിഡേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കുക, ഇൻഫർമേഷൻ ലിറ്ററസിയിൽ നമുക്ക് എങ്ങനെയൊക്കെ കണ്ടന്റുകളെ ചെക്ക് ചെയ്യാം. നമുക്ക് റിവ്യൂകൾ നടത്തിയിട്ട് ഇല്ലേ, ഇൻഫർമേഷൻ, അതേപോലെ തന്നെ എഡിറ്റിംഗ് നടത്തിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള റെഫറൻസിങ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ ലിറ്ററസിയുടെ കണ്ടന്റുകൾ എത്രത്തോളം സത്യസന്ധമാണ്, ഇൻഫർമേഷൻസ് എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് മീഡിയ ലിറ്ററസി എങ്ങനെ കൈവരിക്കാം, കണ്ടന്റിനെ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് പറയുന്നത്. ഒന്ന് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ആണ്. നല്ല ഇൻഡസ്ട്രികളിൽ നിന്ന് വരുന്ന മീഡിയ കണ്ടന്റുകളാണെങ്കിൽ ഒബ്വിയസ്ലി അത് സത്യസന്ധമായിരിക്കും. കാരണം അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലും റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്നും വരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ ഒരിക്കലും ഒരു ഫേക്ക് ന്യൂസ് ഷെയർ ചെയ്യില്ല. സോ അത്തരത്തില് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് നോക്കിയിട്ടും അതുപോലെ തന്നെ ഫീഡ്ബാക്കുകൾ നോക്കിയിട്ടും സംടൈംസ് പിന്നെ എഡിറ്റഡ് ആണോ അതല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ചില സമയങ്ങളിലൊക്കെ ഈ മീഡിയയിലൂടെ വരുന്ന കണ്ടന്റുകളെയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് മീഡിയയിലൂടെ വരുന്ന കണ്ടന്റുകളെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതാണ് കണ്ടന്റ് വാലിഡേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കുക, ഈ ഇൻഫർമേഷൻ ലിറ്ററസിയുടെയും ഡിജിറ്റൽ ലിറ്ററസിയുടെയും ഒരു കൺവേർജന്റിന്റെ കാര്യത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. ഒന്ന് കണ്ടന്റ് ആൻഡ് ഫോർമാറ്റ് എന്നുള്ളത്, അതിൽ തന്നെ മീഡിയ ലിറ്ററസിയുടെയും ഇൻഫർമേഷൻ ലിറ്ററസിയുടെയും കണ്ടന്റുകൾ വരുന്നുണ്ട്. കണ്ടന്റ് വാലിഡേഷൻ, കണ്ടന്റിനെ ഈ രണ്ടെണ്ണത്തിന്റെയും കണ്ടന്റിനെ എങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. അടുത്ത കാര്യം വരുന്നത് ഇതിന്റെ ഒരു കൺവേർജൻസിൽ അടുത്ത കാര്യം പറയുന്നതാണ് ഓഡിയൻസ്. ഓഡിയൻസിന്റെ കാര്യങ്ങളിലും ഇവ ഏകദേശമൊക്കെ സെയിം ആണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇൻഫർമേഷൻ ലിറ്ററസി അതായത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും മീഡിയയിൽ നിന്ന് മാറിയിട്ട് മറ്റുള്ള കണ്ടന്റ് പ്രൊവൈഡേഴ്സോ ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം ലൈബ്രറികളോ ബുക്കുകളോ ജേർണലുകളോ ഒക്കെ ആണെങ്കിൽ, മാസികകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണുള്ളത് അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വനിത എന്ന് പറയുന്ന ബുക്കിന് എന്തുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട് അല്ലെ. വനിതകളെയാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കളിക്കുടുക്ക എന്ന് പറയുന്ന ബുക്കിന് എന്തുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസ്, കുട്ടികളെ മാത്രം ഉദ്ദേശിച്ച് ലക്ഷ്യമിട്ടുകൊണ്ട് അവരിറക്കുന്ന ഒരു പബ്ലിക്കേഷൻ ആണ് കളിക്കുടുക്ക എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ. അപ്പൊ അത്തരത്തില് ഇൻഫർമേഷൻസ് എപ്പോഴും എന്തായിരിക്കും, ഒരു ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത് എന്നുള്ളത്. അതൊരു ഒന്നെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനായിരിക്കും, അതല്ലെങ്കിൽ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള പിന്നെ ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ആളുകളിലേക്ക് വേണ്ടിയിട്ടായിരിക്കും ഓഡിയൻസ്, ഇൻഫർമേഷൻ ലിറ്ററസിയുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഓഡിയൻസിന് എന്ത് വേണം, ഇതൊക്കെ മനസ്സിലാവണം, ആ ഇൻഫർമേഷൻസ് ഒക്കെ സത്യസന്ധമാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ റീഡിങ് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇപ്പൊ മീഡിയയിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് റീഡിങ് നോളജ് വേണമെന്നില്ല അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് ഓഡിയൻസിന്റെ കാര്യത്തിൽ മീഡിയ ലിറ്ററസിയും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇൻഫർമേഷൻ ലിറ്ററസിയിലുണ്ട്. നോക്കുക, ടാർഗറ്റഡ് മാസ് ഓഡിയൻസ് ആയിരിക്കും. മീഡിയയിലൂടെ വരുന്ന കണ്ടന്റ് എപ്പോഴും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ വനിത എന്ന് പറയുന്ന ഒരു ബുക്ക് നമ്മൾ എന്താണ് പൊതുവെ
അത് വേണ്ട ആളുകൾ മാത്രമാണ് മേടിക്കുന്നത്. പക്ഷെ ആ ബുക്ക് തന്നെ അല്ലെങ്കിൽ അത്തരത്തില് സ്ത്രീകളെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ടന്റ്, ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കണ്ടന്റ് യൂട്യൂബിൽ വന്നാൽ എന്താ അവസ്ഥ? അതെല്ലാ കാറ്റഗറി ആളുകളും നോക്കും അല്ലെ? അപ്പൊ അതാണ് പറയുന്നത്, മീഡിയകളിലൂടെ വരുന്നത് എപ്പോഴും ഒരു മാസ് ഓഫ് ആളുകൾ, കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റേ ഇൻഫർമേഷൻ ലിറ്ററസിയുടെ ഓഡിയൻസിനെ പറഞ്ഞ പോലെ അല്ല, ടാർഗറ്റഡ് അല്ല. ഇവിടെ എന്താണ്, മാസ് ഓഫ് ആളുകളാണ് ഓഡിയൻസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെ ഓഡിയോ വിഷ്വൽ കണ്ടന്റുകളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ഓഡിയൻസിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഓഡിയൻസിന്റെ കാര്യത്തിൽ മീഡിയ ലിറ്ററസിയിൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓഡിയോ ആയിട്ടും വിഷ്വൽ ആയിട്ടും ഇമേജ് ആയിട്ടും എഡിറ്റിംഗുമായിട്ടൊക്കെ ഒരു ചെറിയ നോളജ് ഓഡിയൻസിന് ഉണ്ടായിരിക്കണം. എന്നാൽ ഇൻഫർമേഷൻസിന്റെ കാര്യത്തിന് അല്ലെങ്കിൽ പക്ക റീഡിംഗ് നോളജും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആക്സസ്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കണ്ടന്റുകൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കുന്നത്, നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ആക്സസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇൻഫർമേഷൻ ലിറ്ററസിയുടെ ആക്സസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമുക്കൊരു കണ്ടെത്താനുള്ള ഒരു കഴിവ് വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിനെ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷനെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി നമുക്ക് വേണം. എന്നാൽ മീഡിയ ലിറ്ററസിയുടെ കാര്യങ്ങളിൽ അങ്ങനെയല്ല, നമ്മളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ട്. കാരണം മാസ് ഓഫ് ഓഡിയൻസിലേക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? എല്ലാവരിലേക്കും ആ ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ എത്തും. അപ്പം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നമ്മൾ ഒരു റീലായിട്ട് ഒരു സ്പെസിഫിക് കണ്ടന്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടികളിലേക്കും സ്ത്രീകളിലേക്കും യങ്സ്റ്റേഴ്സിലേക്കും എൽഡേഴ്സിലേക്കും എല്ലാം, ടീച്ചേഴ്സിലേക്കും സ്റ്റുഡൻസിലേക്കും തുടങ്ങി ഒട്ടനവധി ഓഡിയൻസിലേക്ക്, മാസ് ഓഫ് ഓഡിയൻസിലേക്ക് അത് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതിൽ നിന്ന് നമുക്കതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ആക്സസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് മീഡിയ ലിറ്ററസി ആണ്. മീഡിയയിലൂടെ വരുന്ന കണ്ടന്റുകളാണ്. ഇൻഫർമേഷൻ ലിറ്ററസി എന്താണ്, നമുക്ക് കണ്ടെത്തണം ആ ബുക്ക് എവിടെയാണ് കിട്ടുക, അതല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഏത് ലൈബ്രറിയിലാണ് കിട്ടുക, അതല്ലെങ്കിൽ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മ്യൂസിയം, ആ മ്യൂസിയം എവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ മീഡിയ വഴി കണ്ടെത്തേണ്ട ആവശ്യമില്ല, നമ്മളിലേക്ക് അങ്ങ് എത്തിക്കോളും എന്നുള്ളതാണ് ആക്സസിന്റെ കാര്യത്തിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തത് പർപ്പസ് എന്തൊക്കെയാണ്, ഇൻഫർമേഷൻ ലിറ്ററസിയുടെ പർപ്പസും അതുപോലെ തന്നെ മീഡിയ ലിറ്ററസിയുടെ പർപ്പസ് എന്തൊക്കെയാന്നുള്ളത്. പർപ്പസിന്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും ഇൻഫർമേഷൻ ലിറ്ററസി പറയുന്നത് ലോങ് ടേം ലേണിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. പെട്ടെന്നൊന്നും നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. കൂടുതൽ അതിനെ കണ്ടന്റിനെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, അത് എത്രത്തോളം സത്യസന്ധമാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പൊതുവെ ഒരു ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആ ബുക്കിലുള്ള കണ്ടന്റ് ഒക്കെ, ആ ബുക്ക് മുഴുവനായിട്ട് ഒരു നോവലൊക്കെ ആണെങ്കിൽ നോവൽ ഫുള്ള് വായിച്ച് തീരണം. എന്നാൽ മീഡിയകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയം ആയതുകൊണ്ട് തന്നെ ഈ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കൂടുതലും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും നമ്മളെ ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന റീലുകളായിട്ടോ അതല്ലെങ്കിൽ ചെറിയ ഡിസിഷൻസ് ഒക്കെ നമുക്ക് അവിടെ എടുക്കേണ്ടി വരുള്ളൂ എന്നുള്ളതാണ് മീഡിയ ലിറ്ററസിയുടെ കാര്യം. പക്ഷെ ഇൻഫർമേഷൻ ലിറ്ററസിയിലേക്ക് വരുമ്പോൾ വലിയൊരു പർപ്പസ് ഉണ്ട്. കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും, കണ്ടന്റിനൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. ഇനി എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇൻഫർമേഷൻ ലിറ്ററസിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ടെക്സ്റ്റുകളായിട്ടും പലതരത്തിലുള്ള ഡാറ്റകളായിട്ടും ഗ്രാഫുകളായിട്ടും ഒക്കെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഇവിടെ ഒരു അക്കാദമിക് ഡിസൈൻ എന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ലിറ്ററസിയുടെ എസ്തെറ്റിക്സിനെ പറയാം. എന്നാൽ മീഡിയ ലിറ്ററസി ആണെങ്കിൽ വിഷ്വൽസ് ആയിട്ടോ ഓഡിയോസ് ആയിട്ടോ ഗ്രാഫിക്സ് ആയിട്ടോ അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മീഡിയ ലിറ്ററസിയുടെ ഒരു കണ്ടന്റുകളുടെ ശൈലി അല്ലെങ്കിൽ രീതി എന്നൊക്കെ എസ്തെറ്റിക്സിന്റെ കാര്യത്തിൽ പറയും. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. ഈ ഒരു സ്കിൽ പ്രൊമോട്ടേഴ്സും കൂടിയുണ്ട്. മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസിയുടെ കൺവേർജന്റിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആണ് എന്ത്, സ്കിൽ പ്രൊമോട്ടേഴ്സ് എന്നുള്ളത്. ആരൊക്കെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇൻഫർമേഷൻ ലിറ്ററസി ഒബ്വിയസ്ലി പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻഫർമേഷൻസ് കൂടുതലും ലൈബ്രറികളിൽ നിന്നും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഒക്കെയാണ് ഇൻഫർമേഷൻസ് കൂടുതലായിട്ടും എത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതുപോലെ തന്നെ മീഡിയ ലിറ്ററസി ആണെങ്കിലോ നമുക്ക് പലതരത്തിലുള്ള മീഡിയ എക്സ്പെർട്ട് ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ തന്നെ സിനിമയുടെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിസൈനേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കണ്ടന്റ് ഉണ്ടാക്കുന്ന, ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇതിന്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ മീഡിയ വഴിയൊക്കെ വരുന്ന കണ്ടന്റുകളുടെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ
നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു കൺവെർജൻസ്, ഒരു കൂടിച്ചേരൽ യുനെസ്കോ 2007 കൊണ്ടുവന്നത് ഈ കൺസെപ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതിന് ഏകദേശമൊക്കെ സെയിം ആണെങ്കിലും ചെറിയ ചെറിയ ഡിഫറൻസുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇൻഫർമേഷൻ ലിറ്ററസി മീഡിയ ലിറ്ററസി എങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയി കിടക്കുന്നു എന്നുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറയാം, കണ്ടന്റ് ആൻഡ് ഫോർമാറ്റ് ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ആണ്. മില്ലിന്റെ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ആണ്. പല ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ കണ്ടന്റിനെ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാന്നുള്ളതും രണ്ട് ഇൻഫർമേഷൻ ലിറ്ററസിയിലും അതുപോലെ തന്നെ മീഡിയ ലിറ്ററസിയിലും രണ്ട് രീതിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓഡിയൻസ് രണ്ടിലും രണ്ട് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി. ആക്സസ് പലതരത്തിലാണ് ഇൻഫർമേഷൻ ലിറ്ററസിയുടെ ആക്സസ്. എന്നാൽ മീഡിയ ലിറ്ററസിയുടെ ആക്സസ് ഒന്നുകൂടി എളുപ്പത്തിൽ ഡയറക്ട്ലി നമ്മളിലേക്ക് എത്തുന്നുണ്ട്. പർപ്പസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഇവിടെ മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത് എന്റർടൈൻമെന്റിൽ ഡെയിലി യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ലിറ്ററസി വലിയ സ്റ്റഡികൾക്ക് വേണ്ടിയിട്ടും ലോങ് ടൈം യൂസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇൻഫർമേഷൻസിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്വഭാവ രൂപം, അതിന്റെ കണ്ടന്റുകളുടെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. ഇൻഫർമേഷൻ ലിറ്ററസി ടെക്സ്റ്റുകളായിട്ടും ഇമേജുകളായിട്ടും ഡാറ്റകളായിട്ടും അക്കാദമിക് ഡിസൈനുകളായിട്ടും ഒക്കെ ആണെങ്കിൽ ഇവിടെ വിഷ്വൽസും ഗ്രാഫിക്സും ഓഡിയോസും ഡിസൈനും ഒക്കെ ആയിട്ടാണ് മീഡിയ ലിറ്ററസി എത്തുന്നത്. സ്കിൽ പ്രൊമോട്ടേഴ്സും ഡിഫറെന്റ് ആണ്. എഡ്യൂക്കേഷൻസും ലൈബ്രറിയൻസും ഒക്കെയാണ് ഇൻഫർമേഷൻസ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സും ഗ്രാഫിക് ഡിസൈനേഴ്സും മീഡിയ എക്സ്പേർട്ടുകളും ഒക്കെയാണ് നമുക്ക് മീഡിയ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരു ഭാഗമാണ് ഇതിന്റെ ഒരു ഡെഫിനിഷൻ. മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി എന്താന്നുള്ളത്, അതിന്റെ ഒരു എക്സാക്ട് ഡെഫിനിഷൻ എന്താന്നുള്ളതാണ് നമുക്ക് ഇവിടെ നോക്കുന്നത്. ഇവിടെ നോക്കുക, സ്കിൽ, നോളജ്, സ്കില്ല്, വാല്യൂസ്, ഈ മൂന്ന് കാര്യങ്ങളും നോക്കിയിരിക്കുക. ഇതാണ് മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി. ഇതിനെ എങ്ങനെയാണ് നോളജിനെയും ഈ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുന്നത്, ഈ നോളജ് ഉപയോഗിച്ചിട്ട് അത് എത്ര തരത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, അതിനെയാണ് സ്കില്ല് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഫർമേഷനെ, ഈ ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, അത് ലീഗലി ആണോ, എത്തിക്കലി ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ, ക്രിയേറ്റീവ് ആയിട്ട് ഡിസൈൻ ഒക്കെ ചെയ്ത് ഗ്രാഫിക്സും അതുപോലെ തന്നെ ആനിമേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മള് ഹ്യൂമൻ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്തിട്ടാണോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യാം, അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു ഡെഫിനിഷൻ, മില്ലിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം. മിൽ ആസ് നോളേജ്, സ്കിൽ, വാല്യൂസ് നീഡ് ടു ആക്സസ്. നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനുള്ളയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളയും ആ ഇൻഫർമേഷനെ നല്ല രീതിയിൽ ഷെയർ ചെയ്യാനുള്ള ഒരു സ്കില്ലിനെയും കഴിവിനെയും നോളജിനെയും ഒക്കെയാണ് എന്ത് പറയുന്നത്, മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി ഉള്ള ഒരു വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇനി അടുത്തൊരു കാര്യങ്ങൾ പോർഷൻ നമ്മൾ നോക്കുന്നത്. അതായത് നമ്മളെ പോലെയുള്ള ആളുകൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മീഡിയ ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? ഇൻഫർമേഷൻ ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലെ? പല ആളുകളും, നല്ല ആളുകളും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും, ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഒന്നും ഇന്ന് സോഷ്യൽ മീഡിയ വഴിയോ മറ്റു മാധ്യമങ്ങൾ വഴിയോ ഒന്നും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സോ അങ്ങനെ ലിറ്ററേറ്റ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഒരു പേഴ്സണ് എന്തെല്ലാം കഴിവുകൾ ഉണ്ടാവും, അതായത് മില്ലിനെ കൈവരിച്ച ഒരു വ്യക്തിക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ടാവും, എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ആദ്യമായിട്ടും ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുള്ള ഒരു ഇൻക്ലൂസീവ് എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാന്, നമ്മുടെ ജനാധിപത്യത്തിലെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് നല്ല രീതിയിൽ പ്രതികരിക്കാന്, നല്ല രീതിയിൽ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാന്, നല്ല നല്ല ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാന് നമ്മളെ ഏബിൾ ആക്കും എന്നുള്ളതാണ് മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസിയുടെ ഒരു ഗുണം, അല്ലെങ്കിൽ അതുള്ള ഒരാളുടെ ഒരു ഗുണം. അതുപോലെ തന്നെയാണ് നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസ് എവറിഡേ ലൈഫിൽ മനസ്സിലാക്കാൻ, നമ്മളിലേക്ക് എത്തിക്കുന്ന ഇൻഫർമേഷൻസ് നോ ചെയ്യാന്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് അത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഏറ്റവും നല്ല ഇൻഫർമേഷൻ ഏതാണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു കഴിവും ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻസിനെ നമുക്ക് റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെ ജഡ്ജ് ചെയ്യാനും അത് ഇവാലുവേറ്റ് ചെയ്യാനും, ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു കഴിവ് അതിന് ഏബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്
നമ്മുടെ മോറൽ പ്രിൻസിപ്പിൾസിനും അതുപോലെ തന്നെ സോഷ്യൽ വാല്യൂസിനും ഒക്കെ ഒത്തതാണോ അതോ അതിനെതിരാണോ, റിലീജിയൻസിനൊക്കെ കുത്തിപ്പറയുന്ന ഇൻഫർമേഷൻ ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അതുപോലെ തന്നെ ഡിജിറ്റൽ ടൂളുകൾ ആക്സസ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ്, ഡിജിറ്റൽ ടൂളുകളുടെ കഴിവ് നിർബന്ധമായിട്ടും മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസിയിൽ വേണം. പലതരത്തിലുള്ള AI ടൂളുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. സോ അത്തരത്തിലുള്ള ടൂളുകളെ കുറിച്ചും എഡിറ്റിംഗ് ടൂളുകളെ കുറിച്ചും ടൈപ്പിംഗ് ടൂളുകളെ കുറിച്ചും ഒക്കെ ഒരു അവെയർ ആയിരിക്കും അത്തരത്തിലുള്ള ആളുകൾ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ഡെമോക്രാറ്റിക് ആക്ടിവിറ്റീസിൽ സംസാരിക്കാനുള്ള ഒരു കഴിവും കൂടെ അവർക്ക് ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾ സൊസൈറ്റിയിൽ നിന്ന് താഴെ പോവില്ല, പിന്നിലേക്ക് മാറി നിൽക്കില്ല. എപ്പോഴും സൊസൈറ്റിയിലൂടെ ഒരാളായിട്ട്, സൊസൈറ്റിയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട്, സൊസൈറ്റിക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, എത്തിച്ചു കൊടുക്കുന്ന ആളുകളായിട്ടൊക്കെ മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി ഉള്ള ആളുകൾക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ്. ഇനി വളരെ എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് കോമ്പോണൻസ് ഓഫ് മിൽ. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ശാഖകൾ എന്നൊക്കെ നമുക്ക് പറയാം. ട്രിപ്പിൾ മോഡൽ എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും എക്സാമിനൊക്കെ ട്രിപ്പിൾ മോഡൽ ഓഫ് മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് 3 കൊണ്ട് തുടങ്ങുന്ന വാക്കുകളാണ്. ഒന്ന് എക്സ്പ്ലോർ. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കണ്ടന്റുകൾ എത്തിക്കാനുള്ള ഇൻട്രൊഡക്ഷന്റെ പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ട്രിപ്പിൾ എന്ന് പറയുന്ന എക്സ്പ്ലോർ, എൻഗേജ്, എംപവർ എന്നുള്ള ഈ ഒരു വേർഡൊക്കെ. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ എക്സ്പ്ലോർ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യില്ലേ? അതായത് പലതരത്തിലുള്ള ഫുഡ് നമ്മൾ പരീക്ഷിച്ച് നോക്കും, എന്നിട്ട് ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതുപോലെ തന്നെയാണ് ഇൻഫർമേഷൻസിനെ, മീഡിയകളെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റണം. ഏതാണ് നല്ല ഇൻഫർമേഷൻ ഏതാണ് മോശം ഇൻഫർമേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതാണ് എക്സ്പ്ലോർ എന്നുള്ള മില്ലിന്റെ ആദ്യത്തെ കോമ്പോണന്റ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കോമ്പോണന്റ് എന്താ പറയുന്നത്? എൻഗേജ്. എൻഗേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷനെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു പവർ, ഒരു സ്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതിന്റെ പർപ്പസ് എന്താണ്, അത് സത്യസന്ധമായി ട്രൂത്ത് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണോ, ഫേക്ക് ന്യൂസ് ആണോ, അത് നമ്മുടെ സൊസൈറ്റി എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്, അതിന്റെ റിലവൻസ് എന്താണ്, ഇതാണ് എൻഗേജ് എന്നുള്ളത്. ഇൻഫർമേഷനെ ആയാലും മീഡിയകളാണ് എന്നുണ്ടെങ്കിലും അതിനെ ജഡ്ജ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അതിനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി എംപവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എംപവർ എന്ന് പറഞ്ഞാൽ വുമൺ എംപവർമെന്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്ത്രീ ശാക്തീകരണം. അതായത് നമ്മൾ എംപവർ ചെയ്തെടുക്കുക, ഒരാളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് എംപവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഫർമേഷൻ എത്തിക്കലി ആയിട്ട് കൈകാര്യം ചെയ്യുക, പ്രൊഫഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യുക, സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ രീതി, ഇതാണ് എംപവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി ഉള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും അവസാനം ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് എംപവർ എന്നുള്ളത്. നല്ല രീതിയിൽ ആ ഇൻഫർമേഷനെ ഷെയർ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കുക. അത് പേഴ്സണൽ ആയിട്ട് ഷെയർ ചെയ്യുന്ന കണ്ടന്റുകൾ പ്രൊഫഷണൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എത്തിക്കലി ആയിട്ട് അതിനെ തെറ്റായ രീതിയിലൊന്നും അല്ലാതെ ഉപയോഗിക്കാനുള്ള ഒരു കഴിവ്, അതാണ് എംപവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സിമ്പിൾ ആയിട്ട് ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് കാണാം. എക്സ്പ്ലോർ എന്ന് മീഡിയ ഒരു സ്റ്റേജസ് ആണ്. അതായത് മീഡിയയുടെ മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസിയുടെ കമ്പോണൻസ് ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ പഠിക്കണം, അതിനുശേഷം അതിനെ എൻഗേജ് ചെയ്യാൻ പഠിക്കണം. എൻഗേജിൽ അനലൈസും ഇവാലുവേറ്റും ചെയ്യാൻ നമുക്കറിയും. എംപവറിലേക്ക് എത്തുമ്പോൾ നമുക്കത് ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ കിട്ടിയ ഇൻഫർമേഷൻ നന്നായി യൂസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, എക്സ്പ്ലോർ, എൻഗേജ്, എംപവർ, ട്രിപ്പിൾ മോഡൽ ഓഫ് ഇൻഫർമേഷൻ, മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി. ഇനി ഇതിന്റെ കോമ്പറ്റൻസീസ് എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതായത് ഇതുകൊണ്ടുണ്ടാകുന്ന കോമ്പറ്റൻസി എന്ന് പറഞ്ഞാൽ കഴിവുകൾ എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. അതായത് കോമ്പറ്റൻസീസ് എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോളജും സ്കില്ലും വാല്യൂസും ആണ്. ആളുകൾക്ക് എന്തിനു വേണ്ടിയിട്ടും ഇൻഫർമേഷനെയും മീഡിയയൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്താനും അതിലുള്ള ഇൻഫർമേഷൻസ് മനസ്സിലാക്കാനും അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്? കോമ്പറ്റൻസീസ് എന്ന് പറയുന്നത്. ഇവിടെയും എക്സ്പ്ലോർ, എൻഗേജ്, എംപവർ എന്ന് പറയുന്ന 3 കോമ്പറ്റൻസികൾ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിലും 3 ടാസ്കുകൾ ഉണ്ട്. ആദ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പഠിക്കണം. എന്ന് വെച്ചാൽ
ഐഡന്റിഫൈ ആൻഡ് ലൊക്കേറ്റ് ദി ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് എവിടെ നിന്ന് കിട്ടും, എന്തൊക്കെയാണ് ഇൻഫർമേഷൻസ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു കേസ് സ്റ്റഡി നടത്തണം അല്ലെങ്കിൽ ഒരു കേസ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും. ലൈബ്രറിയിൽ നിന്നാണോ കിട്ടുക, പോലീസ് സ്റ്റേഷനിൽ നിന്നാണോ കിട്ടുക, ഹോസ്പിറ്റലിൽ നിന്നാണോ കിട്ടുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. ഇതന്നെയാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജേർണലിസ്റ്റുകളും റിപ്പോർട്ടേഴ്സും TV അവതാരകരൊക്കെ പ്രധാനമായിട്ടും അവർക്കുള്ള ക്വാളിറ്റി ഇതാണ്. അവർ കറക്റ്റ് ആയിട്ട് മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി കൈവരിച്ചവരായിരിക്കും പൊതുവെ. അവര് ഈ 3 ഗുണങ്ങളും അവർക്ക് ഉണ്ടാവും. എക്സ്പ്ലോർ ചെയ്യാനും എൻഗേജ് ചെയ്യാനും എംപവർ ചെയ്യാനുള്ള ഗുണങ്ങൾ അവർക്ക് ഉണ്ടാവും. സോ മില്ലിന്റെ കോമ്പറ്റൻസീസ് കഴിവുകളിൽ ആദ്യത്തെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കഴിവാണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്യാനും ഇൻഫർമേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനും അതിനെ ആക്സസ് ചെയ്യാനും എത്തിക്കലി ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യാനും ഒക്കെയുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് രണ്ടാമത്തതാണ് എൻഗേജ്. എൻഗേജിലേക്ക് വരുമ്പോൾ അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും നമുക്ക് നമ്മൾ കണ്ടെത്തിയ ഇൻഫർമേഷൻസിനെ, അത് എക്സ്പ്ലോറിലാണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ രണ്ടാമത്തെ കഴിവ് എന്ന് പറയുന്നത് എൻഗേജ് ആണ്. അതിനെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാനും അതിന്റെ സോഴ്സ് എവിടുന്നാണ്, അതിന്റെ ഉറവിടം എവിടുന്നാന്നുള്ളത് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ സൊസൈറ്റിക്ക് എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സൊസൈറ്റിയെ എങ്ങനെയൊക്കെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഫേക്ക് ന്യൂസ് ആണോ അതോ നല്ല ന്യൂസ് ആണോ, നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നതാണോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അതിനെയാണ് എൻഗേജ്. കോമ്പറ്റൻസിയിൽ രണ്ടാമത്തെ കോമ്പറ്റൻസിയാണ് എന്ത്, എൻഗേജ് എന്ന് പറയുന്നത്. അടുത്തത് ലാസ്റ്റ് വൺ, എംപവർ ചെയ്യാനുള്ള ഒരു കഴിവും അതിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ക്രിയേറ്റ് ആൻഡ് ഷെയർ കണ്ടന്റ് എത്തിക്കലി. നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ കണ്ടന്റുകളെ കണ്ടെത്തി, രണ്ടാമത്തെ സ്റ്റേജുകൾ നമ്മൾ കണ്ടന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കി, മൂന്നാമത്തെ സ്റ്റേജിൽ അതിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതാണ് എംപവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എത്തിക്കലി ആയിരിക്കണം എന്നുള്ളതാണ്, ലീഗലി ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സോഷ്യൽ ഡിസ്കഷൻസിലും ഡെമോക്രസിയുടെ ഒക്കെ ഭാഗമാവുക, അത്തരത്തിലുള്ള സിവിക് ഡിസ്കഷൻസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നമ്മളെ സൊസൈറ്റിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊക്കെ തന്നെ. അതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള മീഡിയ കണ്ടന്റുകൾ നമുക്ക് നമ്മുടെ നോളജുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ സൊസൈറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴും അതിനെ എംപവർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സ്റ്റുഡൻസ്, ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു പാർട്ട് 1 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 2 നമ്മൾ അധികം വൈകാതെ അടുത്തൊരു ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മുടെ യൂണിറ്റിന്റെ ഒരു കൺക്ലൂഷൻ വരെയുള്ള കാര്യങ്ങളായിരിക്കും പാർട്ട് 2 വരുന്നത്. അപ്പം ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. പ്ലസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടി നോക്കുക. നമ്മുടെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റുകളെ നല്ല രീതിയിൽ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാനും മനസ്സിലാക്കിയെടുക്കാനും പറ്റുന്ന രീതിയിലാണ് ഓരോ കണ്ടന്റിനെയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, താങ്ക് യു.